ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തം കട്ടപിടിച്ച ഒരു അധ്യായമാണ് ജാലിയൻ വാലാബാഗ്. ആയിരത്തിലധികം ഭാരതീയ പൗരന്മാർ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിന് മുന്നിൽ ഇയാമ്പാറ്റകളെ പോലെ എരിഞ്ഞമർന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് 106 വയസ്സ്. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നിരായുധരായ നൂറുകണക്കിന് ആളുകൾ ജനറൽ ഡയറക്ടറിന്റെ പട്ടാളത്തോക്കുകൾക്ക് ഇരയായത്. ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ റൗലറ്റ് ആക്ട് എന്ന കരി നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി പ്രക്ഷോഭം ഉയർന്നു വന്നതിന്റെ പിന്നാലെയായിരുന്നു ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല നടന്നത്. ആരെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തുറങ്കലിൽ അടയ്ക്കുവാനും അനുവദിക്കുന്ന നിയമത്തിനെതിരെയായിരുന്നു ആളുകൾ ഒത്തുകൂടിയത്. റൗലറ്റ് ആക്ട് പിൻവലിക്കും വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഇന്ത്യൻ ജനത പ്രക്ഷോഭം നടത്തിയത്. പ്രതിഷേധങ്ങളെ തുടർന്ന് 1919 ഏപ്രിൽ 13 പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും 4 പേരിലധികം കൂട്ടം കൂടുന്നതും നിരോധിച്ചു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ആയിരങ്ങൾ സംഘടിച്ച യോഗമാണ് ചോരക്കളമായി തീർന്നത്. സമാധാനപരമായി പ്രതിഷേധിക്കുക എന്നതായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. എന്നാൽ യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ റെജിനാൾഡ് എഡ്വേർഡ് ഹാരി ഡയറിന്റെ നേതൃത്വത്തിൽ വൻ സൈന്യം തന്നെ മൈതാനത്തെ വളഞ്ഞു. മതിലുകളാൽ ചുറ്റപ്പെട്ട ഈ മൈതാനത്ത് ഇടുങ്ങിയ വഴികളും സ്ഥിരമായി അടച്ചിട്ടിരിക്കുന്ന വാതിലുകളുമാണ് ഉള്ളത്. പ്രധാന വാതിൽ സൈനികർ അടച്ചു കഴിഞ്ഞു. തന്റെ ഉത്തരവ് ലംഘിച്ചത് കൊണ്ട് തന്നെ യോഗം പിരിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെ തന്നെ നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ജനറൽ ഡയർ ഉത്തരവിട്ടു. യോഗം പിരിച്ചുവിടുക എന്നതിലുപരി ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് ഡയർ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെടിക്കോപ്പുകൾ തീരുന്നത് വരെ വെടിയുതിർക്കുവാനായിരുന്നു ഉത്തരവ്. 1650 തവണയാണ് പട്ടാളക്കാർ വെടിയുതിർത്തത്. 379 പേർ വെടിവെപ്പിൽ മരിച്ചു എന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കുകൾ. എന്നാൽ 1800 അധികം പേർ മരിച്ചുവെന്നും 1000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് വ്യക്തമാക്കിയത്. വെടിവെപ്പിൽ നിന്നും രക്ഷപ്പെടാനായി മൈതാനത്തിനകത്തെ കിണറ്റിലേക്ക് നിരവധി പേർ എടുത്തുചാടി. 120 മൃതദേഹമാണ് ഈ കിണറ്റിൽ നിന്ന് മാത്രം ലഭിച്ചത്. ഇന്നും ചോരമണവുമായി ആ കിണറും മൈതാനവും പഞ്ചാബിൽ കാണാം. അമൃത്സറിലെ ഒരു കൂട്ടം വിപ്ലവകാരികളുമായി ബ്രിട്ടീഷ് സൈന്യം ഏറ്റുമുട്ടാനായിരുന്നു കൂട്ടക്കൊലയെക്കുറിച്ച് ഡയർ തന്റെ മേലധികാരികൾക്ക് അയച്ച റിപ്പോർട്ടിൽ പറഞ്ഞത്. പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ഡയറിന്റെ ഈ നടപടി ശരിവെക്കുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം അലയടിച്ചു. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. മൃഗീയം എന്നായിരുന്നു ജാലിയൻ വാലാബാഗ് സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. നിരായുധരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടങ്ങുന്ന പൊതുജനത്തെ യാതൊരു പ്രകോപനവും കൂടാതെ വെടിവെച്ചതിൽ ജനറൽ ഡയറെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസ് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവയ്പ് തുടരാൻ നിർദ്ദേശിച്ച ഡയർ കടുത്ത അപരാധമാണ് ചെയ്തത് എന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇതോടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചു. ജനക്കൂട്ടം ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെടിവെപ്പ് നടത്താൻ കരുതി തന്നെ താൻ പോയതായിരുന്നു എന്നാണ് ഡയർ കമ്മീഷൻ നൽകിയ മൊഴി. ജനക്കൂട്ടത്തിന്റെ അപഹാസ്യമായ പെരുമാറ്റമാണ് വെടിവെപ്പിന് ഉത്തരവിടാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും ഡയർ മറുപടി നൽകി. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെപ്പ് തുടരാൻ നിർദ്ദേശിച്ച ഡയർ കടുത്ത അപരാധമാണ് ചെയ്തത് എന്നും കമ്മീഷൻ കണ്ടെത്തി. എന്നാൽ കമ്മീഷനിലെ അംഗങ്ങൾ തമ്മിൽ ഇതേ ചൊല്ലി ഭിന്ന അഭിപ്രായമുണ്ടായിരുന്നു. കലാപം തുരത്താൻ വേണ്ടിയാണ് ഡയർ ഈ നടപടിക്ക് മുതിർന്നത് എന്നും കമ്മീഷനിലെ ചില അംഗങ്ങൾ വാദിച്ചു. ജനറൽ ഡയറിനെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്തില്ല. എന്നാൽ 1940 മാർച്ച് 13 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, റോയൽ സെൻട്രൽ ഏഷ്യൻ സൊസൈറ്റി എന്നിവയുടെ സമ്മേളനത്തിന്റെ വേദിയായിരുന്ന ലണ്ടനിലെ കാസ്റ്റൻ ഹാളിൽ ജനറൽ ഡയറിനുള്ള ശിക്ഷ നടപ്പാക്കപ്പെട്ടു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രധാന സൂത്രധാരനായിരുന്ന മൈക്കൽ ഒ ഡയറിനെ ഈ വേദിയിൽ വെച്ച യുദ്ധം സിംഗ് എന്ന ഇന്ത്യക്കാരൻ വെടിവെച്ചു കൊന്നു. എൻ്റെ പേര് ഉധം സിംഗ്.
ഞാൻ തന്നെയാണ് മെക്കൽ ഡയറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. എനിക്ക് മരിക്കാൻ ഒരു മടിയുമില്ല. ജന്മനാടിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിൽ പരം ഒരു പുണ്യം വേറെയുണ്ടോ എന്നായിരുന്നു വിചാരണ കോടതിയിൽ ഇംഗ്ലീഷുകാർക്കിടയിൽ നിന്നും ഉധം സിംഗിന്റെ മറുപടി. 1940 ജൂലൈ 31 ഉധം സിംഗിന്റെ വധശിക്ഷ നടപ്പാക്കപ്പെട്ടു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന 100 വർഷം കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടൻ ഖേദപ്രകടനത്തിന് പോലും തയ്യാറായത്. 2019 ഏപ്രിലിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രി തെരേസ മെയ് ഖേദം പ്രകടിപ്പിച്ച് പ്രസ്താവന നടത്തി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഏടുകളിൽ ഒന്നാണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് അന്നവർ പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഖേദം പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ എന്നും നിരുപാധികം മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായിരുന്നു. എന്നാൽ ഈ ക്രൂരതയ്ക്ക് മാപ്പ് പറയാൻ ഇന്നും ബ്രിട്ടൻ ഇതുവരെ തയ്യാറായിട്ടില്ല.